ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്നത്തെ വീഡിയോ ഇച്ചിരി വിവാദമൊക്കെ ഉള്ളൊരു വീഡിയോ ആണ്. നമുക്കറിയാം, നമ്മുടെ കേരളത്തിൽ 3 സ്ഥലത്ത് ഇപ്പോൾ ഉപതെരഞ്ഞെടുപ്പ് നടന്നിട്ടുണ്ട്: പാലക്കാട്, വയനാട്, ചേലക്കരയിലൊക്കെ. അതുപോലെ തന്നെ മഹാരാഷ്ട്രയിൽ ഇന്നലെ ഇലക്ഷൻ ആയിരുന്നു. അപ്പം ക്രിപ്റ്റോയിലെ പറ്റി പറയുന്ന ചാനൽ പെട്ടെന്ന് രാഷ്ട്രീയം പറയുകയാണെന്ന് ചിന്തിക്കേണ്ട. അപ്പം ഇന്നലെ BJP-യുടെ ഒരു ഒഫീഷ്യൽ പേജിൽ, ആക്ച്വലി ഇന്നലെ BJP-യുടെ ഇലക്ഷനിൽ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. ഏതോ ഒരു മിനിസ്റ്ററുടെ, ഒരു BJP-യുടെ ഏതൊരു വലിയൊരു ടീമിനെ കുറച്ച് ഫണ്ടായിട്ട് പിടിച്ചു എന്നൊക്കെ പിടിച്ചിട്ട്, മീൻസ് കുറെ പൈസകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോലും ഇലക്ഷന് വേണ്ടി ഉപയോഗിക്കാൻ പറ്റും. അപ്പൊ അതായിട്ടൊരു ന്യൂസ് വന്നിരുന്നു. അപ്പം അതിനുശേഷം അതിന്റെ ആഫ്റ്റർ എഫക്റ്റ് ആണോ അതോ സംഭവം എന്നറിയില്ല, BJP-യുടെ ഒഫീഷ്യൽ ട്വിറ്റർ പേജിനകത്ത് ഒരു 4 വോയിസ് നോട്ട് വന്നിരുന്നു. NCP-യുടെ, കോൺഗ്രസിന്റെ ആൾക്കാർ ഇലക്ഷന് വേണ്ടിയിട്ട് ബിറ്റ്കോയിൻ, മീൻസ് ഇല്ലീഗലായിട്ട് ബിറ്റ്കോയിൻ ഒക്കെ യൂസ് ചെയ്തിട്ട് ഫണ്ട് ഉണ്ടാക്കുകയാണെന്നുള്ള രീതിയിലുള്ള ഒരു വോയിസ് നോട്ട് BJP-യുടെ പേജിൽ ഇട്ടിരുന്നു. ഞാനിപ്പോൾ കാണിച്ചു തരാം. നിങ്ങൾക്ക് ഇവിടെ കാണുന്നുണ്ടാവില്ലേ, BJP-യുടെ ഒഫീഷ്യൽ പേജാണ്. ഒന്ന് അമിതാഭ് ഗുപ്ത എന്ന് പറഞ്ഞ പുള്ളിയും ഗൗരവ് മേത്ത എന്ന് പറഞ്ഞു. കാരണം സാരഥി അസോസിയേറ്റ്സ് എന്ന് പറഞ്ഞ ടീമുമായിട്ടാണ് മെയിൻലി പ്രശ്നം വന്നേക്കുന്നത്. കാരണം അവരാണ് ഈ ഇലക്ഷൻ പൈസ കൊടുക്കണം എന്നുള്ള രീതിയിലാണ് വന്നേക്കുന്നത്. ബ്രൈറ്റ്നെസ് കൂടിയോന്ന് അറിയില്ല, പെട്ടെന്ന് ഈ ഒരു വാർത്ത കണ്ടപ്പോൾ ചെയ്യുന്ന വീഡിയോ ആണ്. രണ്ടാമത്തെ ഒരാൾ എന്ന് പറഞ്ഞാൽ നാനാ പട്ടാലെ എന്ന് പറഞ്ഞാലും അമിത് ഗുപ്ത എന്ന് പറഞ്ഞാലും, പിന്നെ ഒന്ന് നമ്മുടെ ശരത് പവാറിന്റെ ഡോട്ടർ സുപ്രിയ സ്യൂൾ എന്ന് പറഞ്ഞ പുള്ളിയും ഗൗരവ് മേത്ത എന്ന് പറഞ്ഞ പുള്ളിയും. പിന്നെ ഗൗരവ് മേത്ത, അമിതാഭ് ഗുപ്ത. നിങ്ങൾ BJP-യുടെ ട്വിറ്റർ പേജ് എടുത്ത് കാണാം. ട്വിറ്റർ പേജ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ എടുത്ത് കാണാം. ഒഫീഷ്യൽ BJP-യുടെ ഒരു ദിവസം മൺഡേ അഗോ വന്ന പോസ്റ്റാണ്. അപ്പം ഇങ്ങനെ ഒരു വോയിസ് നോട്ട് വന്നിട്ടുണ്ട്. എന്താണ് വോയിസ് നോട്ടിൽ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ കുറച്ച് ക്യാഷ് നമുക്ക് ആവശ്യമുണ്ട്, ബിറ്റ്കോയിൻ ദുബായിൽ എങ്ങാനും കൊണ്ടുപോയി സെല് ചെയ്തിട്ട് കുറച്ച് ഫണ്ട് നമുക്ക് ആവശ്യമുണ്ട് ഇലക്ഷന് എന്നുള്ള രീതിയിലൊക്കെ ന്യൂസ് വന്നേക്കണത്. അപ്പം ഇതിന് എഗെയിൻസ്റ്റ് ആയിട്ട് പറഞ്ഞത് AI-ജനറേറ്റഡ് വോയിസ് ആണെന്നുള്ള രീതിയിലൊക്കെ തിരിച്ചും കൗണ്ടർ അടിച്ചിട്ടൊക്കെ ഉണ്ട്. ഇന്നലെ വേറെ ഇന്നലെയാണ് തോന്നുന്നത്, ഇന്നലെയാണ് മഹാരാഷ്ട്രയിൽ ഇതൊരു ഇലക്ഷൻ നടന്നപ്പോൾ BJP-യുടെ ആരുടെ ഫണ്ട് പിടിച്ചു എന്ന് പറഞ്ഞപ്പോൾ അതിനൊപ്പം വന്ന വീഡിയോ ആണോ, അതിന് വേണ്ടിയിട്ട വീഡിയോ ആണോ എന്നൊന്നും അറിയില്ല. ബട്ട് ഈ പറഞ്ഞ സുപ്രിയ എന്ന് പറഞ്ഞ ശരത് പവാറിന്റെ മകൾ എന്ന് പറഞ്ഞ പുള്ളിക്കാരി 2022 ബിറ്റ്കോയിൻ എന്താണ് ക്രിപ്റ്റോ ബാൻ ചെയ്യണോ ബാൻ ചെയ്യണ്ടേ, മീൻസ് 30% ടാക്സ് ഒക്കെ വന്ന സമയത്ത് ലോക്സഭയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇങ്ങനെ ഇല്ലീഗൽ ആണെങ്കിൽ നിങ്ങൾ എന്തിനാണ് 30% ടാക്സ് വാങ്ങുന്നത് ഇല്ലാണ്ടാക്കും, മൊത്തത്തിൽ കളഞ്ഞാൽ പോരെ, പിന്നെ എന്തിനാണ് നിങ്ങൾക്ക് അതിന്റെ ആവശ്യം, അതിലും ഭേദം അതിനുശേഷം നമുക്ക് കളയാം, മീൻസ് മൊത്തം ബാൻ ചെയ്യാം, അതിനുശേഷം എന്ത് തീരുമാനം വരുന്നുള്ളത് അതിനുശേഷം നമുക്ക് നോക്കിയാൽ മതി, അപ്പൊ നമ്മൾ ഒന്നും ചെയ്യാതിരുന്നിട്ട് കാര്യമില്ല എന്നുള്ള രീതിയിലൊക്കെ ഭയങ്കരമായിട്ട് വാദിക്കൊക്കെ ചെയ്തിരുന്നു. പുള്ളിക്കാരിയാണ് ഇപ്പൊ പറയണത്, ഈ പറഞ്ഞ ദുബായിൽ കുറച്ച് പൈസ ആവശ്യമുണ്ട്, ബിറ്റ്കോയിൻ ക്യാഷ് ഔട്ടേക്ക് എങ്ങാനും ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഭരണത്തിൽ വരും, ഞങ്ങൾ ഭരണത്തിൽ വരുമ്പോൾ എല്ലാം സെറ്റ് ആക്കും, അതുപോലെ തന്നെ 3-4 വാലൻസ് ഉണ്ട് എന്നുള്ള രീതിയിലേക്കാണ് പറഞ്ഞത്. സാരഥി അസോസിയേറ്റ്സ് എന്ന് പറഞ്ഞ ടീമാണ് ഫണ്ട് കൊടുക്കണം എന്നൊക്കെ പറഞ്ഞിരുന്നു. സോ ഇങ്ങനത്തെ ഒരു വിവാദം ഇതിനിടയിൽ കൂടെ നടക്കുന്നുണ്ടായിരുന്നു. ബിറ്റ്കോയിൻ ഇപ്പം ഓൾ ടൈം ഹൈ ഒക്കെ കഴിഞ്ഞു, 100K എത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇങ്ങനത്തെ ഒരു വിവാദം എത്ര പേര് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്ന് അറിയില്ല. ഇത് ഇലക്ഷന്റെ റിലേറ്റഡ് ആയിട്ട് വന്ന വിവാദമാണെന്നറിയില്ല. എന്തായാലും ഗവൺമെന്റ് ഇപ്പൊ പറയണത് ക്രിപ്റ്റോ അങ്ങനെയാണ്, ആന്റി മണി ലോണ്ടറിങ് വരുന്നുണ്ട്, അങ്ങനെയാണ് ഇങ്ങനെയെന്നുള്ള നിയമങ്ങളൊക്കെ വന്നിട്ട് ഈ പറഞ്ഞ ആൾക്കാർ തന്നെ ആ പരിപാടിയിൽ ചെയ്യുന്നുണ്ട്. നമ്മൾ മര്യാദയ്ക്ക് എല്ലാ കാര്യങ്ങളും ടാക്സും ഇതൊക്കെ ചെയ്യുന്നവരാണ്. നമ്മൾ TDS കൊടുക്കുന്നുണ്ട്, ഇന്ത്യൻ എക്സ്ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ. ഇപ്പം ബൈനാൻസ് ആണെങ്കിൽ ഇത്രയും ഫണ്ട് കൊടുത്തിട്ടാണ് വന്നത്. ഇതൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ ഇതൊക്കെ ചെയ്യുമ്പോഴും ഇതിന്റെ ബാക്കിൽ ഇവരിങ്ങനെ ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നമുക്ക് അറിയില്ല. ലൈക്ക് കോൺട്രവേഴ്സി, ഒരു വിവാദമാണ്. പക്ഷെ അങ്ങനെ ഒരു ന്യൂസ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം അത് നിങ്ങളുടെ കണ്ണിലേക്ക് എത്തിക്കണം എന്നുള്ളൊരു ചെറിയൊരു വീഡിയോ ആയിരുന്നു. അപ്പം ബിറ്റ്കോയിൻ നമ്മുടെ US-ലൊക്കെ ബിറ്റ്കോയിൻ ഒരു ടൂളാണ്. എന്തിന്? എലക്ഷൻ ജയിക്കാനും വിന്നിങ് മീൻസ് ജയിക്കാൻ പറ്റും. നമ്മൾ കണ്ടതാണ് ട്രംപിന്റെ ഇലക്ഷന്. പക്ഷെ ഇന്ത്യയിൽ പുറമെ പകൽമാന്യം, അത് മൊത്തത്തിൽ എല്ലാവരും അങ്ങനെ തന്നെയാണ്, പകൽമാന്യം കളിച്ചിട്ട് അവർക്ക് വേണ്ട കാര്യങ്ങൾ അവർ ചെയ്യുന്നുണ്ടോ എന്നുള്ളത് സംശയിക്കേണ്ടിയിരിക്കുന്നു. ഇതിപ്പം BJP പുറത്ത് വിട്ടുവെന്ന് വെച്ചാൽ BJP ചെയ്യുന്നില്ല എന്ന് നമുക്കറിയാൻ പറ്റില്ല. അത് കോൺഗ്രസ് ഇട്ട മറ്റുള്ളത് ചെയ്യുന്നില്ലല്ലോ. ആരൊക്കെ ചെയ്യുന്നുണ്ട്, എന്തൊക്കെ ചെയ്യുന്നുണ്ടെന്ന് അറിയില്ല. ഇവരെന്നെ ഇങ്ങനെ സംഭവം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ഇത് സത്യമുണ്ടെന്നുണ്ടെങ്കിൽ വിച്ച് ഈസ് നോട്ട് ഗുഡ്. അപ്പം അതൊരു ജസ്റ്റ് ഒരു അപ്ഡേറ്റ് ആണ്. അപ്പം നമുക്കൊരു ഗുഡ് ന്യൂസ് എന്താണെന്ന് വെച്ചാൽ, ഈ ബിറ്റ്കോയിൻ എന്ന് പറയണത് നമ്മൾ മാത്രമല്ല, ഈ പറഞ്ഞ അഗെയിൻസ്റ്റ് ആയിട്ട് നിൽക്കുന്ന ആൾക്കാർ പോലും ഇത് യൂസ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് വളരെ സത്യമായിട്ടുള്ള കാര്യമാണ്. സോ ബിറ്റ്കോയിൻ എങ്ങനെയെങ്കിലൊക്കെ നമ്മുടെ നാട്ടിൽ വരുന്നുണ്ട്. പക്ഷേ ഇതിന്റെ ആഫ്റ്റർ എഫക്റ്റ് ആയിട്ട് ഇപ്പൊ BJP ആണ് ഇത് കണ്ടുപിടിച്ചിരിക്കുന്നത്, കോൺഗ്രസ് ആണ് പ്രശ്നം എന്നുള്ള രീതിയിൽ പറയുന്നത്. സോ മേ ബി എന്തെങ്കിലും കുറച്ചും കൂടി കടുകട്ടിയായിട്ടുള്ള റൂൾസോ റെഗുലേഷൻസ് എന്തെങ്കിലും വരുമോ എന്ന് അറിയില്ല. ലെറ്റ്സ് വെയിറ്റ് ആൻഡ് സീ. എന്തെന്നെ വന്നാലും ആസ് ക്രിപ്റ്റോ ഈസ് ഡീസെൻട്രലൈസ്ഡ്, വി സ്റ്റിൽ ഹാവ് ആക്സസ് ടു ദോസ് തിങ്സ്. അതുകൊണ്ട് പ്രശ്നമില്ല. സോ ആ ഒരു ക്വിക്ക് അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വീഡിയോ ആയിരുന്നു. വേറെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും. എല്ലാവർക്കും ഹാപ്പി ഇൻവെസ്റ്റിംഗ്.